അപ്പോൾ തിരിച്ച് സംസാരിക്കാനോ തിരിച്ച് പിടിച്ചു നിൽക്കാനോ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോഴാണ് പുള്ളി നേരെ പോയിട്ട് തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു, വീട് ഓൾറെഡി പണയമാണ്, വീടിൻ്റെ മേലെ ലോണുണ്ട്, ബ്ലേഡിൻ്റെ പൈസയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വീട് കൊടുക്കാതിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ആ ഒരു കയറിക്കിടക്കാൻ ഏതെങ്കിലും ഒരു സമയത്ത് എനിക്ക് ആ വീട്ടിലേക്ക് തിരിച്ചു പോകാം എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് എൻ്റെ മൈൻഡിൽ. അപ്പം അതുകൊണ്ടാണ് ഞാൻ വീട് കൊടുക്കാണ്ടിരിക്കുക. അപ്പോൾ പുള്ളിക്ക് ആ വീട് വിറ്റിട്ട് കാശ് കൊടുക്കണം. പിന്നെ പുള്ളി ഒരു കല്യാണം കഴിക്കാനൊക്കെ തീരുമാനിച്ചു. അപ്പം അതിന് ഞാൻ സൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അവളോട് കാശ് വാങ്ങിച്ചിട്ട് എനിക്ക് തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് തമാശയായിട്ട് എടുക്കണേ. കാര്യം എൻ്റെ കേസിൽ അങ്ങനെ ഒരു സംഗതി ഉണ്ടാവും എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതൊക്കെ ആയപ്പം മോളുടെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ മെമിനോട് പറയും, ഒന്ന് സൈൻ ചെയ്ത് തരാനായിട്ട് പറയുന്നു പറഞ്ഞു. അതായത് അച്ഛനെ കല്യാണം കഴിക്കണം എന്നുള്ളത് മകളോട് പറയണം, എന്നെ സമ്മതിപ്പിക്കാൻ. അപ്പോൾ എനിക്കത് ഒട്ടും ആക്സെപ്റ്റബിൾ അല്ല. കാര്യം നമ്മൾ ഇത്രയൊക്കെ എത്തിച്ചു, എന്നിട്ട് ഇനി അതും കൂടെ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു ഖത്തറിൽ ജോലിയുള്ളൊരു നേഴ്സാണ്, 8 വയസ്സുള്ളൊരു കുട്ടിയുണ്ട്, അവൾക്ക് ഇഷ്ടംപോലെ സ്വത്തൊക്കെ ഉണ്ട്. അപ്പം ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് സ്വത്ത് കിട്ടും എന്നുള്ളൊരു സംഗതി.